ചൂടുകുരു മാറ്റാനായിട്ട് 2 റെമഡി പറഞ്ഞു തരട്ടെ. ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഉണ്ടല്ലോ 2 രീതിയിലുള്ള ഈ റെമഡി നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. പൗഡർ ഇട്ടാതെ തന്നെ നമുക്ക് ചൂടുകുരു മാറ്റിയെടുക്കാനുള്ള അതിൻ്റെ ഒരു ഇത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള തേങ്ങയാണ് കേട്ടോ. ഈ ഒരു തേങ്ങ നമുക്ക് ഇതുപോലെ ബാക്ക് ഭാഗം കളയേണ്ടത് ഇതുപോലെ ഒന്ന് കൊത്തി എടുക്കുക. ഇതുപോലെ ഒന്ന് കൊത്തി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തേങ്ങ അടിച്ചിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ തേങ്ങ ചിരവി എടുക്കുന്ന പോലെ ഒന്ന് കറക്കി എടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചിരവെടുത്ത പോലെ വന്നു കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ പുറത്തൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അലർജി പോലെയുള്ള ഭയങ്കരമായിട്ട് ഇങ്ങനെ കടിയൊക്കെ വന്നിട്ട് ഉള്ള ഇതുണ്ടല്ലോ, നമുക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത കടിയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ചൂടുകുരു മാറാനായിട്ട് നമുക്ക് ഏത് ചൂടുകുരു ആണെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾക്കാണെങ്കിൽ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു നുള്ള വെള്ളമാണ് ചേർക്കാവുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും വാരിക്കോരി ഒഴിക്കണ്ട. ഇതുപോലെ ഇത്തിരി നമ്മൾ നല്ല കട്ടിക്ക് തന്നെ ഇതുപോലെ മഞ്ഞളിട്ട് പാൽ അടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു അരിപ്പയിലേക്ക് നമുക്കിതുപോലെ എന്താ അരിച്ചെടുത്ത് ഒഴിക്കാം കേട്ടോ. ഇത് നമ്മളുണ്ടല്ലോ മുഖത്തൊക്കെ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് കേട്ടോ. അപ്പം മുഖത്ത് നെറ്റി ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മോക്കുരു ഈ ചൂട് കാലങ്ങളിലൊക്കെ വലിയ മോക്കുരു വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ചുമന്നൊക്കെ തടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഇത് ഇങ്ങനെ തൂത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ തൂത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെ മുറ്റത്തൊക്കെ നിൽക്കുന്ന വാഴയുടെ ഇല പറിച്ചെടുക്കുക. വാഴയുടെ ഇല ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതൊരു പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിച്ചി ഒന്ന് കീറിയെടുത്തിട്ട് കുഞ്ഞു കുട്ടികളുടെയൊക്കെ ആണെങ്കിലും അതുപോലെ വലിയ ആളുകളൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു തേങ്ങയുടെ ഈ ഒരു മഞ്ഞളിട്ട പാല് നമുക്ക് പുറത്ത് തേച്ച് കൊടുക്കണം. പുറത്താണെങ്കിൽ നെറ്റിലെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ വാഴയില നന്നായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മുടെയൊക്കെ മുഖത്താണെങ്കിലും പുറം ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒരു 10 മിനിറ്റ് നേരം തേച്ച് റെസ്റ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് തേങ്ങാപ്പാലും മഞ്ഞളുടെ ഒക്കെ ഒരു ഇതങ്ങ് വലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ വാഴയുടെ ലീഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുറമൊക്കെ ഒന്ന് തേച്ചുരുമി കഴുകിക്കളയുവാണെങ്കിൽ ഏകദേശം ഒരു 3 ദിവസം 4 ദിവസത്തിനുള്ളിൽ തന്നെ ചൂടുകുരു പെട്ടെന്ന് അത് ഒട്ടും തന്നെ പാടില്ലാത്ത രീതിയിൽ തന്നെ അത് പോകും കേട്ടോ. അത് ശരിക്കും പൊട്ടിപ്പോവും. നമുക്ക് ആ ഒരു കറുത്ത പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ വീഴത്തില്ല. ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടായ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പുറമൊക്കെ ഈ ഒരു ചൂടത്ത് അവർ കിടക്കുന്ന ടൈമിലൊക്കെ അല്ല പുറമൊക്കെ ഭയങ്കര കടുകി അതുപോലെ കുരുക്കളൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് തേച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇതുപോലെ പെരികിലമാണല്ലോ, നമ്മുടെയൊക്കെ വീടിൻ്റെ പറമ്പിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പെരികിലം നല്ലൊരു ഔഷധ ചെടി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെരികിലം അതിൻ്റെ ലീഫ് നമ്മൾ ഇതുപോലെ ഒരു പറിച്ചെടുക്കുക. ഒരു 3-4 ലീഫ് ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കുക കേട്ടോ. ചെറിയൊരു ആരമൊക്കെ ഉള്ള ലീഫാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു വെള്ള പൂവൊക്കെ ഉണ്ടാക്കുന്ന പൂ ഇങ്ങനെ മുകളിലൊക്കെ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത് നല്ലൊരു മരുന്ന് ചെടി കൂടിയാണ് കേട്ടോ. ഇതിലൊക്കെ വേര് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മളത് കുടിക്കുവാണെങ്കിൽ പീരീഡ്സ് ടൈമിലൊക്കെ വയറുവേദന മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ലീഫിൻ്റെ അകത്തൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളവർ അടയുണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. ഈ ശർക്കരയും അതുപോലെ അരിപ്പൊടിയൊക്കെ ഇട്ട് അടയുണ്ടാക്കി കഴിക്കുന്നത് യൂട്രസ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതല്ല പ്രസവിച്ചെടുക്കുന്ന അമ്മമാരൊക്കെ ഇപ്പോഴും ഇതിനകത്ത് അട ചുട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ ഈ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാൻ കൊടുക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ പീരീഡ്സ് തമ്മിൽ വയറുവേദനയൊക്കെ മാറാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ ഈ കാര്യങ്ങൾക്ക് മാത്രമല്ല നമുക്ക് ചൂടുകുരുവൊക്കെ വരുന്ന ടൈമിൽ ഇതിൻ്റെ ലീഫ് ഒരു 3-4 എണ്ണം നമ്മുടെ കയ്യിലൊക്കെ ഇട്ടൊന്ന് ഞെരട്ടിയതിന് ശേഷം കുട്ടികളുടെയൊക്കെ പുറത്ത് അതുപോലെ നെറ്റി ഭാഗങ്ങളൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ കറുപ്പ് വീഴാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൗഡറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഈ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പൗഡർ ഒന്ന് വാങ്ങി വെച്ചിട്ട് ചില പൗഡർ നമുക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. ഒരു ചൂട് പൗഡർ നമുക്കത് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് കറുപ്പ് വീഴാറുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കറുപ്പൊന്നും വീഴത്തില്ല, പെട്ടെന്ന് അത് മാറുകയും ചെയ്യും കേട്ടോ. നമുക്ക് ശരീരത്തിന് നല്ലൊരു കൂളിങ് കിട്ടുകയും ചെയ്യും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ 1-2 തവണ ഇതിൻ്റെ കുറിച്ചുള്ള പെരികിലത്തിനെ പറ്റി വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ചൂട് കാലമല്ലേ, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണ് പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് രണ്ടാമത് വീഡിയോ ഇട്ടത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ അറിവൊക്കെ ആണെങ്കിൽ എല്ലാ കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. 10 ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.